ഹായ് ഗായ്സ്. ഈ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവുക, ഓ ഇത് നമ്മുടെ മഞ്ഞപ്പിത്തമല്ലേ, നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു, ഇതിന് മാത്രം എന്താ ഇതിനെക്കുറിച്ച് പറയാൻ എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ 2025 ഏപ്രിൽ 16 വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 3227 കേസ് റിപ്പോർട്ട് ചെയ്തു. അതിൽ തന്നെ 16 മരണങ്ങളും. ഇനി 2024 ഡാറ്റയാണെങ്കിൽ ആകെ മുഴുവൻ 7943 കേസ് റിപ്പോർട്ട് ചെയ്തതിൽ അതിൽ 81 ഡെത്ത് സംഭവിച്ചു. ഇത് റിപ്പോർട്ട് ചെയ്ത കണക്ക്. ഇനി അല്ലാത്തത് അത് വേറെയുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ, ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ ചില്ലറക്കാരനൊന്നും അല്ലെന്ന്. സോ വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഡോക്ടർ അർച്ചന ആനന്ദ്. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്കിംഗ് അബൌട്ട് ഹെപ്പറ്റൈറ്റിസ് എ. 3 ടൈപ്സ് ഉണ്ട്, എ, ബി ആൻഡ് സി. അതിൽ എയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ്. അതായത് രോഗിയുടെ മലമൂത്ര വിസർജനം കലർന്ന ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ രോഗിയുമായിട്ട് അടുത്തിടപഴകുന്നതിലൂടെയോ ആണ് ഇത് മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്ത 200 പേർക്ക് ഒന്നിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചു, അതുപോലെ കല്യാണം അറ്റൻഡ് ചെയ്ത 2000 പേർക്ക് ഒന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചു എന്നൊക്കെ. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു സിംഗിൾ വാട്ടർ സോഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡിൽ നിന്നായിരിക്കാം. ആ കണ്ടാമിനേറ്റഡ് ആയ ഫുഡ് കഴിച്ചവർക്കൊക്കെ ആയിരിക്കണം ഈ ഒരു അസുഖം വന്നിട്ടുണ്ടാവുക. ഇത് സിംഗിൾ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ബ്രേക്ക് ആയിട്ടാണ്, ഒരു ഹ്യൂജ് ബ്രേക്ക് ആയിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ പലപ്പോഴും വരാറുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള ഏഷ്യൻ കൺട്രീസിൽ, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ, വികസ്വര രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ കാണുന്നത്. അതിന് കാരണം പുവർ ആയിട്ടുള്ള ഹൈജീനാണ്. ഹൈജീൻ, സാനിറ്റേഷൻ, ഈ കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീന്, അതൊക്കെ കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബാധിക്കാവുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും മുൻകൂട്ടി കാണേണ്ട ഒരു സാധ്യതയാണ് ഹെപ്പറ്റൈറ്റിസ് എ വരിക. വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏകദേശം 2 to 7 വീക്സിനുള്ളിൽ നമുക്ക് ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഫെറ്റിക് അഥവാ ക്ഷീണം. ഒരു കാരണവും ഇല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. പോരാത്തതിന് ഭക്ഷണത്തിനോടൊന്നും ഒരു തുള്ളി ഇൻട്രസ്റ്റ് പോലും ഉണ്ടാവില്ല. അവേർഷൻ ടുവേർഡ്സ് ദ ഫുഡ് ആൻഡ് അബ്ഡമൻ പെയിൻ, ഡാർക്ക് കളർ യൂറിൻ ആൻഡ് അറ്റ് ലാസ്റ്റ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ സ്ക്ലീറ, ഐസിനും ഒക്കെ യെല്ലോ ഡിസ്കളറേഷൻ വരികയാണ്. അതിന് കാരണം നമ്മുടെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നതാണ്. ചില ആളുകൾക്ക് പനി മുതലായ ലക്ഷണങ്ങളും കാണാം. എന്നാൽ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 1-2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും ഹെപ്പറ്റൈറ്റിസ് എ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. അതായത് യാതൊരു ലക്ഷണവും കാണില്ല. പിന്നീട് എപ്പോഴെങ്കിലും അവർക്കൊരു IgA ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മ്യൂണോഗ്ലോബിൻ മേ ബി അവരുടെ ബ്ലഡിൽ പ്രസൻ്റ് ആയിരിക്കാം. സോ പ്രഥമേന അങ്ങനെ പ്രശ്നക്കാരനല്ല ഹെപ്പറ്റൈറ്റിസ് എ. ലിവറിന് കാര്യമായ ബാധിക്കില്ല, ഡാമേജ് ഒന്നും വരുത്തില്ല. ബട്ട് ഓൾറെഡി നമുക്ക് സിറോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് ഡിസീസസ് ഉണ്ടെങ്കിൽ, നമ്മളൊരു ആൽക്കഹോളിക്കായ ഒരാളാണെങ്കിൽ ഷുവർ നിങ്ങളുടെ ഹെപ്പറ്റൈറ്റിസ് എ വില്ലനായേക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ഒരിക്കൽ വന്നു കഴിഞ്ഞ് നമുക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അതിനെതിരെയുള്ള ഷീൽഡ് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കും. ഇമ്മ്യൂണോഗ്ലോബിൻസ് നമ്മുടെ രക്തത്തിലുണ്ടാവും. ഇനി നിങ്ങൾ അമ്മയാവുന്ന സമയത്ത് നിങ്ങൾ അത് കുഞ്ഞിലേക്കും കൂടി പാസ് ചെയ്യും. ഏകദേശം 6 to 12 മന്ത്സ് വരെ ആ ഇമ്മ്യൂണിറ്റി കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. 12 മന്തിന് ശേഷമുള്ള സമയത്ത് എക്സ്പോഷർ ആവാതെ സൂക്ഷിച്ചാൽ മതി. റീസെൻ്റ്ലി മുംബൈയിലുള്ള അഡോളസെൻസ് ഏജിലുള്ള കുഞ്ഞുങ്ങളിൽ നടത്തിയൊരു പഠനത്തിൽ ഏകദേശം 77% കുട്ടികളിലും ഈ ഹെപ്പറ്റൈറ്റിസ് എക്ക് എതിരായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അവരൊക്കെ ചെറുപ്പത്തിൽ അവരറിയാതെയോ അറിഞ്ഞോ ഈ രോഗം വന്ന് ഭേദപ്പെട്ടവരാണെന്ന്. ഹെപ്പറ്റൈറ്റിസ് എക്ക് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുക, ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക. 2-3 മാസം ഏകദേശം നിങ്ങൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും. ഇനി നമ്മൾ ആയുർവേദത്തിലേക്ക് കടന്നാലോ. ആയുർവേദത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം, മഞ്ഞക്കാമല എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മളെ പ്രായമായ ആളുകളൊക്കെ ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? കീഴാർനെല്ലി എന്ന് പറഞ്ഞ മരുന്നെടുത്തിട്ട്, ചെടിയാണത്, ചെടിയുടെ തണ്ടും ഇലയും എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലായിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കാം. ഇതെന്തിനാണെന്നറിയാവോ? ഭൂമിയാമ്ലയ്ക്ക് അഥവാ കീഴാർനെല്ലി ആയുർവേദത്തിൽ മഞ്ഞപ്പിത്തത്തിനുള്ള ഒരു ബെസ്റ്റ് മെഡിസിനാണ്. മഞ്ഞപ്പിത്തം മാത്രമല്ല, ലിവറിനെ ബാധിക്കുന്ന മറ്റ് പല അസുഖങ്ങൾക്കും കീഴാർനെല്ലി നല്ലൊരു ഔഷധമാണ്. ഈ കീഴാർനെല്ലി വെറും വയറ്റിൽ കഴിക്കുന്നത് നിങ്ങളുടെ രോഗം മാറുവാനും അതുപോലെ ലിവറിൻ്റെ ഓവറോൾ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഇനി ഇവ കൂടാതെ കടുകരോഹിണി, ചിറ്റമൃത്, നിലവേപ്പ് തുടങ്ങിയ മറ്റ് ഔഷധങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നത്. എന്നിരുന്നാലും ഏറ്റവും നല്ലത് ഒരു അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ മരുന്നുകളും കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ മറ്റൊട്ടനവധി മെഡിക്കേഷൻസ് ആയുർവേദത്തിൽ ഈ
മഞ്ഞപ്പിത്തത്തിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഘൃതപ്രയോഗാസ്. ഘൃതം എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ഗീ ആണ്. ഒരു രോഗം വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഹൈജീനിക്കായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. നിങ്ങൾ സ്വയം ഹൈജീനിക് ആവുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും കൈകാലുകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഹെപ്പറ്റൈറ്റിസ് എയിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ബൈ.